അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. 18,500 കുഞ്ഞുങ്ങളാണ് 18,500 കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ 21 മാസത്തിനിടെ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. 18,500 കുഞ്ഞുങ്ങളെ ബോംബിട്ടും പട്ടിണിക്കിട്ടും കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവുമോ? പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചു? നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം വളരെ പ്രസക്തമാണ്. ലോക ചരിത്രത്തിൽ ജൂതന്മാരെ പോലെ ഇത്രയധികം ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിജീവിച്ച മറ്റൊരു സമൂഹം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. 100% ഞാൻ യോജിക്കുന്നു. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീതി എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കണം, ഇഷ്ടമുള്ളത് ഭക്ഷിക്കണം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം, നിങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി ഏതാണോ അതനുസരിച്ച് ജീവിക്കണം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇസ്രായേലിലുണ്ട്. തിരിച്ച് നിങ്ങൾ അപ്പുറത്തൊന്ന് നോക്കൂ, അവർ പറയുന്ന വേഷവും അവർ പറയുന്ന ഭക്ഷണവും അല്ലാത്ത എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ പോലും നിങ്ങളെ അവിടെ വെച്ചേക്കില്ല. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത്? BBC-യിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുഞ്ഞിന്റെ പടമുണ്ട്. ഇവൻ മിടുക്കനായ ഒരു പത്രക്കാരൻ. ഹലോ നിന്നെ കുറിച്ച് മാത്രം സായാഹ്ന പത്രത്തിൽ എഴുതി ഇവൻ നിന്നെ പ്രശസ്തനാക്കും. മുഹമ്മദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി അമ്മയുടെ തോളിൽ കിടക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സ്റേ ഷീറ്റിലേക്ക് നോക്കുന്നത് പോലെയാണ്. എല്ലുകൾ എണ്ണി 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 ഇടുക. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞതാണ് മുഹമ്മദ് ഹനീഫ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കാര്യം. അത് ഇന്നലത്തെ പത്രത്തിൽ അവർ തന്നെ ന്യൂയോർക്ക് ടൈംസ് തിരുത്തി വാർത്ത കൊടുത്തിരുന്നു. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഞങ്ങൾക്ക് തെറ്റിപ്പോയി. ആ കുട്ടിക്ക് പട്ടിണിയുടെ പ്രശ്നമല്ല, അതിന് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗവും പിന്നെ ഹൈപ്പോക്സിയയും കൂടെ വന്നിരിക്കുന്നുമുണ്ട്. അതിന് തന്നിരിക്കുന്ന രോഗാവസ്ഥയാണ്. അത് ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണ് വാർത്ത കൊടുത്തതെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആ ദിവസങ്ങളോളമുള്ള പട്ടിണി, ആ പട്ടിണി സഹിക്കാതെ ക്യൂവിൽ വെയിലത്ത് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ നീതിയുടെ ഏത് അളവുകോൽ വെച്ച് അളക്കും? സുഹൃത്ത് ഇപ്പൊ തന്നെ പറഞ്ഞു, ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ക്രൂരത എന്ന്. ഈ വാർത്ത കൊടുത്തതിന്റെ പേരിൽ വാഷിംഗ്ടൺ പോസ്റ്റ് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാണ് അഭിലാഷ് ഇത് വാർത്ത കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഭക്ഷണം കടലിൽ പോയി വീഴുമ്പോൾ ഓടിപ്പോയി എടുക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി മണിക്കൂറുകളോളം വരി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും വലിയവരെയും നമ്മൾ കാണുന്നുണ്ട്. ഒരു പോപ്പുലേഷനെ ആകെ പട്ടിണിക്കിടുകയാണ്. നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ മുഴുവനും കണ്ടിട്ടില്ല. ആശ്വാസമുള്ള വാർത്തയുണ്ട്. ലോകം മുഴുവൻ പ്രതിഷേധമുയർന്നപ്പോൾ UN-ഉം മറ്റു മനുഷ്യാവകാശ സംഘടനകളും ഇടപെട്ടപ്പോൾ ഗസയിലേക്ക് കുറച്ചു ഭക്ഷണവും മരുന്നും എത്തിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു. UAE, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ കുറച്ച് ഭക്ഷണമൊക്കെ എയർ ഡ്രോപ്പ് ചെയ്തു. ഈജിപ്തിൽ നിന്നും ഗസയിലേക്ക് ഒരു കുടിവെള്ള പൈപ്പ് താൽക്കാലികമായി തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. ഭക്ഷണ വിതരണ കേന്ദ്രത്തിന്റെ 3.5 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് വെച്ചാണ് വെടിവെപ്പ് ഉണ്ടായത്. ഭക്ഷണ വിതരണ കേന്ദ്രം രാവിലെ 10 മണിക്ക് തുടങ്ങുന്നു. വെടിവെപ്പ് ഉണ്ടായത് വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്. അതായത് ഒരു ക്രിസ്ത്യൻ പേരുള്ള ഒരുത്തൻ ഞായറാഴ്ച മുസ്ലിം പേരുള്ള ഒരാളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. അവർ പിടിച്ചു കെട്ടിയായിട്ട് പോലീസിനെ വിളിച്ചു നല്ല അടിയും കൊടുത്തു എന്ന് വിചാരിക്കുക. പത്രങ്ങൾ വ്യത്യാസം എഴുതുകയാണ്, ഞായറാഴ്ച പള്ളിയിൽ പോയ ക്രിസ്ത്യൻ യുവാവിനെ മുസ്ലിങ്ങൾ കൂട്ടമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെ കള്ളത്തരം വാർത്തയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എനിക്ക് വയ്യ, ഞാൻ പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശം ഓരോ മണിക്കൂറിലും ഓരോ കുഞ്ഞുങ്ങൾ വീതം കൊല്ലപ്പെടുന്ന പ്രദേശമാണ്. യുണിസെഫ് ആണ് പറയുന്നത്. ഒരു മണിക്കൂറിൽ ഒരു കുട്ടി വെച്ച് ഒരു ദിവസം ഒരു ക്ലാസ് റൂമിൽ കൊള്ളാവുന്ന കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. ആശുപത്രികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കുട്ടികളുടെ നിരത്തി വെച്ചിരുന്ന ഫോട്ടോ വന്നിരുന്നു. സത്യം എനിക്കും കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ഇത് തോന്നി. 6 നവജാത ശിശുക്കൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഒരു ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് താമസിച്ചിരുന്ന ഹമാസിൻ്റെ നേതാക്കൾക്ക് പുറത്തിറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ കള്ളക്കടത്ത് നടത്താൻ ഏറ്റവും നല്ലത് ആംബുലൻസ് ആണല്ലോ. ഇവരെന്ത് ചെയ്തു? ഒരു അപകടത്തിൽപ്പെട്ട കുട്ടിയെയും കൊണ്ട് അൽ റാഷിദ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന വ്യാജന 6 ആംബുലൻസുകൾ അവിടുന്ന് പുറപ്പെട്ടു. ഒരു കുട്ടിയെ എങ്ങനെയാണ് 6 ആംബുലൻസിലായിട്ട് കയറ്റുന്നത്? എന്താ ഉറക്കം വരുന്നു. ബാക്കി 5 ആംബുലൻസിൻ്റെ അകത്തും വേറെ ആരൊക്കെയാണല്ലോ. എന്നിട്ട് ഇവരിതിലെ പോയിട്ട് അൽ റാഷിദ് ആശുപത്രിയുടെ അടുത്ത് എന്നിട്ട് അവിടുന്ന് ഒരു യൂട്ടേൺ എടുത്തിട്ട് തിരിച്ചിവിടെ വന്നിട്ട് വേറെ വഴിയെ കൂടെ തിരിഞ്ഞു പോയപ്പോൾ വളരെ പ്രിസിഷൻ ആയിരിക്കുന്ന ഒരു അറ്റാക്കിലൂടെ ഒരു ആംബുലൻസിലുണ്ടായിരുന്ന 15 തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചുടില്ല, പക്ഷേ ഒരു എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് വെച്ചാൽ ഞാൻ ചുടും. ഇനി അതിലും രസം അതിനുശേഷം വന്നിരിക്കുന്ന വ്യാഖ്യാനമാണ് കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെയാണ് മരിച്ചത്. കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെ നിന്നാൽ എത്ര സമയം പിടിച്ചു നിൽക്കും? 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്.
ഈ കുട്ടികൾ മരിച്ചത് 2 ആഴ്ച മുതൽ 3 ആഴ്ചയുടെ ഇടവേളയിലാണ്. അപ്പോൾ ഈ 3 ആഴ്ചയുടെ ഇടയ്ക്ക് മരിച്ച കുട്ടികളുടെ മൃതദേഹം ഇങ്ങനെ 6 പേരുടെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നത്. വിശന്നു വലഞ്ഞ് കല്ലുകൾ വയറിനോട് ചേർത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ നിന്ന്. ഒരിക്കൽ കേട്ടതല്ലേ അത്, നിങ്ങൾ അത് തന്നെ പാടിക്കൊണ്ടിരുന്ന പിന്നെ ഇതങ്ങനെ ശരിയാവും. എവിടെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ബാക്കി പറ. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ചിത്രം വന്നിരുന്നു, ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ആക്ടിവിസ്റ്റ് എഴുതിയിരുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ പറയുന്ന കുട്ടിയുടെ ഫോൺ നമ്പർ, കുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പർ വെച്ചിട്ട് ഞാൻ അദ്ദേഹമായിട്ട് ചാറ്റ് ഞാൻ എൻ്റെ കാണിക്കാം. അത് വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പട്ടിണിയൊന്നുമല്ല, കൊച്ചിന് വീറ്റ് അലർജി ആയതുകൊണ്ടുണ്ടായതാണ്, സീലിയാക് ഡിസീസ് അങ്ങനെ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ഇത്രയും വലിയ മനുഷ്യത്വ വിരുദ്ധത ലോകത്തേതെങ്കിലും യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഇല്ല ചരിത്രത്തിൽ എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് 100% യോജിക്കുന്നു. ലോകത്തെ ഏറ്റവും ആൻഷ്യൻ ഹേറ്റ്രഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് ആന്റിസെമിറ്റിസമാണ്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. നോക്കൂ, ഞാനൊരു ജേർണലിസ്റ്റാണ്. ഇന്ന് പത്രപ്രവർത്തകർക്ക് ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗാസയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതുവരെ ഇന്നോളമുള്ള ഒരു യുദ്ധത്തിലും ഇല്ലാത്ത അത്രയും എണ്ണം 200 ജേർണലിസ്റ്റുകൾ ഇതിനോടകം തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഔട്ട്ലെറ്റുകൾ സംയുക്ത പ്രസ്താവന നടത്തിയത് ഞങ്ങളുടെ ജേർണലിസ്റ്റുകൾ പട്ടിണി മൂലം മരിക്കും എന്നുള്ളതാണ്. പുറത്തു നിന്നുള്ള ഒരു ജേർണലിസ്റ്റിനെയും അങ്ങോട്ട് അനുവദിക്കുന്നില്ല കേട്ടോ. എങ്ങനെ ഇരിക്കണം? അത് ശരി, ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് അവിടേക്ക് മാധ്യമപ്രവർത്തകരെ വേട്ടയായിരുന്നു, മാധ്യമപ്രവർത്തകരെ കയറ്റുന്നില്ല. ആരാണ് മാധ്യമപ്രവർത്തകരെ കയറ്റാത്തത്? ഹമാസാണ് കയറ്റാത്തത്. ഹമാസ് അവിടെ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത, അല്ല അവർ അംഗീകരിക്കാത്ത ഒറ്റ മാധ്യമപ്രവർത്തകരെ അവിടെ കയറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എന്ന് എന്നോട് പറയാമോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇവിടെ പല വാർത്തകളും വരുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് അറിയാവോ? ഗാസൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്തിനാണ് ഈ വളച്ചു കെട്ടി പറയുന്നത്? ഗാസൻ ആരോഗ്യ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ഹമാസ് തന്നെയാണ്. ഹമാസ് പറഞ്ഞു എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണ് ഇത്ര വളച്ചു കെട്ടി പറയുന്നത്. 2007 മുതൽ ശരിക്കും ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. കൺട്രി എന്ന് വിശേഷിപ്പിക്കാമെന്നറിയില്ല, ഒരു തുണ്ടാണ്, ഒരു തുരുത്താണ് ഗാസ. അവിടെയാണ് ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി 2009, 2012, 2014, 2021 ഇതുപോലെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടക്കുന്നത്. അതൊരു വംശഹത്യാ പ്രൊജക്റ്റാണ്. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതുകൊണ്ട് എനിക്ക് മാത്രമല്ലല്ലോ. സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം കൺമുമ്പിൽ വെച്ചിട്ട് ഗാസയിൽ കാണുന്ന കാഴ്ചകളൊന്ന് ആലോചിച്ച് നോക്കും. ആർക്കാണത് സഹിക്കാൻ കഴിയുക? അപ്പുകുട്ടാ, നീ വന്നേ. IDF ആശുപത്രിക്ക് ചുറ്റും വളഞ്ഞു. അപ്പം അവർ നോക്കുമ്പോഴത്തേക്ക് ഈ ആശുപത്രിയിലേക്ക് വലിയൊരു വൈദ്യുതി കണക്ഷൻ പോകുന്നുണ്ട്, ആശുപത്രിയിലേക്കുള്ളതല്ലാത്ത. അവിടെ വൈദ്യുതി കൊടുക്കുന്ന ആരാണെന്നറിയാമോ? ഇസ്രായേലാണ് കൊടുക്കുന്നത്. അവരെന്ത് ചെയ്തു? ഇത് തുരങ്കത്തിലേക്ക് പോകുന്നതാണ്, ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷമാടാ എനിക്ക് ഒഴിച്ചെന്നേ? കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. അപ്പം പിടി വീഴുന്നു മനസ്സിലായി. അവിടെ ടെക്നീഷ്യൻസ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന കുറെ ആളുകൾ വരാതായപ്പം കുട്ടികൾക്ക് കെയർ കിട്ടാതെ കുറെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. സ്വാഭാവികം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, WHO റിപ്പോർട്ടിലുള്ളതാണ്. അവിടെ IDF-ന്റെ ആക്രമണത്തിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ല. മരിച്ചത് ഈ പറയുന്ന കെയർ കിട്ടാതെയാണ്. അതിന് കാര്യം അന്വേഷിച്ച് പോയാൽ അവർ പറയും IDF അതിന് ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഇനി അവസാനത്തെ ജൂതനെയും കൊന്നു തീർക്കാതെ നിങ്ങൾക്ക് മദ്യപ്പുഴയും ഹൂറിയും ഒന്നും കിട്ടില്ല. ഇനി ഏതെങ്കിലും ജൂതൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മരത്തിന്റെ കീഴെ നിന്ന് കഴിഞ്ഞാൽ ആ മരം എന്ന് വിളിച്ച് പറയും, ദേണ്ടാ ഇവിടെ ഒരു ജൂതൻ ഇരിക്കുന്നു, വന്ന് കൊല്ല് എന്ന് പറയുമ്പോൾ പോയി കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന മതപുസ്തകം പഠിച്ച് അത് പഠിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ഇവർക്ക് നേരെ വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളോട് എതിരാകണം. അവരുടെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളോട് നിങ്ങൾ എതിരെ നിൽക്കണം. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. ഖാലിഫുൽ മജൂസ്, നിങ്ങൾ മജൂസികളോട് എതിരാകണം. ഹദീസിൽ അതേ ലഫ്ളാ വായിച്ചത്. അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും മക്കൾക്ക് വെറുക്കേണ്ടത് ആരെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ആ വെറുപ്പിൽ കിടന്ന് തലമുറകൾ ഇനിയും ആളിക്കത്തും. 65 ലക്ഷം ജൂതന്മാരെയാണ് നാസികൾ കൊന്നുതള്ളിയത്. അങ്ങനെ നാസികളുടെ കൊലക്കത്തിൽ നിന്നുമൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഏതോ വഴിയിലൂടെയൊക്കെ ഓടി വന്നിരുന്ന ആളുകളെയാണ് നമ്മളിവിടെ വിളിക്കുന്നത് അധിനിവേശ ശക്തികൾ, ബൂർഷ്വാസികൾ, കൊളോണിയലിസ്റ്റ് ചിന്താസരണികൾ. അങ്ങ് തള്ളി അങ്ങ് മറിക്കുകയാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു, നീ പാടാ നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ. 1948 യുദ്ധത്തിൽ ഈ ഗാസ ഈജിപ്ത് പിടിച്ചെടുത്തോണ്ട് പോയതാണ്. 20 വർഷം അവരുടെ കയ്യിലുണ്ടായിരുന്നു. വെസ്റ്റ് ബാങ്ക്
ജോർദാൻ പിടിച്ചെടുത്തുകൊണ്ട് പോയി. 20 വർഷം അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ കൊടുത്തില്ല പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അവരോട് യുദ്ധം ചെയ്ത് ആ രാജ്യം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. കൊണ്ടുപോകും മക്കളെ, പോയി നന്നായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് പലസ്തീൻ എന്നുള്ള വാക്ക് നമുക്കിവിടെ പറയാൻ വരുന്നത്. എല്ലാം പഴം കഥകളായി കർമ്മദോഷത്തിന്റെ ശാപഫലമായി കരുതി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന എന്നെ ഒരു വെറും വാക്കിന്റെ മുന കൊണ്ടുപോലും ഇനി കുത്തി നോവിച്ചാൽ കത്തിച്ചുകളെ ഞാൻ പച്ചയ്ക്ക്. അവസാനത്തെ ജൂതനെയും നിശേഷം നശിപ്പിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതരെ കൊലപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ജൂതരെ ഉന്മൂലനാശം വരുത്താനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ഇസ്ലാം മതം രൂപം കൊണ്ട കാലം മുതൽ അങ്ങനെ നടക്കണമല്ലോ. അത് താനല്ല തീരുമാനിക്കാം. ഇതൊക്കെ പറയാൻ എളുപ്പ, പക്ഷെ ഇതിനൊക്കെ അതിൻ്റെതായ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ അല്ലേ? അവിടെ ഒരു ജുഡീഷ്യറി ഉണ്ട്, അവിടെ ഇതെല്ലാം ഉണ്ട്. അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. മുസ്ലിങ്ങളുണ്ട്, ഡ്രൂസ് ഉണ്ട്, ജൂതന്മാരുണ്ട്. ഇവരെല്ലാം ജുഡീഷ്യറിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഇതിലൊക്കെ ഉണ്ട്. തിരിച്ച് ഗാസയിൽ നിങ്ങൾക്ക് ഒരൊറ്റ ജൂതനെ കാണിച്ചു തരാൻ പറ്റുമോ? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ജൂതൻ ഇല്ല എന്ന് മാത്രമല്ല, മറ്റു തരത്തിലുള്ള ആരെങ്കിലും അവിടുത്തെ ഏതെങ്കിലും ജുഡീഷ്യറി എന്ന് പറയാൻ അവിടെ ജുഡീഷ്യറി ഉണ്ടോ? ഒരു മെഷീൻ ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു തീവ്രവാദി മദ്രസയിൽ എന്തായാലും പഠിച്ചിട്ടുണ്ടോ അതനുസരിച്ചുള്ള നിയമമാണ് അവൻ നടപ്പാക്കുന്നത്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അവന് ശരിയാ നിയമത്തിൽ ഇത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുത്തനെ കൊല്ലാം, ആരും അവിടെ ചോദിക്കാനില്ല എന്നുള്ളതാണ്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് അന്ന് അവിടെ ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും ആരാധനാ സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മതം പറയുന്നത് കൊണ്ടാണോ അങ്ങനെ ആവാൻ ഒരു വഴിയില്ല. തിയഡോർ ഹെർസല് കൈസർ വിൽഹം രണ്ടാമൻ ജർമ്മൻ ചക്രവർത്തി മുഖേനയും നേരിട്ടുമൊക്കെ പലവട്ടം ഒട്ടോമൻ സുൽത്താനുമായി ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം തുർക്കി ഭരണകൂടത്തിന് വേണ്ട പണം ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ പലസ്തീൻ ഒന്ന് വിട്ടുതന്ന് ഇവിടെ താമസിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഉദാരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂടെ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. എന്റെ കിങ്ഡത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഈ ജൂതരായ ആളുകൾ ഭൂമി വാങ്ങിച്ചോട്ടെ. മണിയൻ ഗോപാല, നിന്റെ തന്ത തള്ളയെ കെട്ടിയപ്പം മേടിച്ച പ്രൊട്ടക്ഷൻ മണിയുടെ വീതം ചോദിച്ചു വന്നതല്ല ഞാൻ ചോദിച്ച എന്റെ ഷെയർ മാത്രമാണ്. അല്ലാതെ മുണ്ടക്കൽ ഷെയറിന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ ഒരു 5 സെന്റ് എരന്ന് വാങ്ങാൻ വന്നതല്ല ഞാൻ. 2023 ഒക്ടോബർ 7-ാം തീയതി 1500ഓളം പേരുന്ന് തന്നെ ആളുകളെ അടിച്ചും ഇടിച്ചും ചവിട്ടിയും കുത്തിയും കഴുത്തു വെട്ടിയും ഒക്കെ ആയിട്ട് കൊല്ലുന്നു. കുറേ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നാൽ നമ്മൾ എന്തായിരിക്കും, നമ്മുടെ രാജ്യത്തോടാണ് പാകിസ്ഥാനിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. നമ്മൾ പറയും പാകിസ്ഥാൻ പാവല്ലേ, ഇവർ ഇവിടെ വന്നിട്ടല്ലേ, അതുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ പറയുമോ, അതോ നമ്മൾ ആ രാജ്യത്ത് ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്? വെടിവെച്ച് കൊല്ലണം അതിനെ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അത് സാമാന്യ നീതിയാണ്, അതിലപ്പുറത്തേക്കുള്ള ഒരു സംഭവം ഇല്ല. ഇനി പലസ്തീൻ എന്തുകൊണ്ട് നീതിയല്ല എന്നുള്ളതിന് 1-2 പോയിന്റ് കൂടെ പറയാം. ഒന്ന് തീവ്രവാദമാണ്. തീവ്രവാദത്തെ നീതി എന്ന് വിളിക്കാൻ പറ്റില്ല. എനിക്ക് അഭിലാഷിനോട് ഒന്ന് പറയേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേക ചോദ്യമാണ്, ഹമാസ് എന്നത് ഒരു തീവ്രവാദ സംഘടനയാണോ അല്ലയോ? അദ്ദേഹം ഒന്ന് പറയണം. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്നുരുളുക, അതേ രക്ഷയുള്ളൂ. ഹമാസ് തീവ്രവാദ സംഘടനയാണെങ്കിൽ ആ ഹമാസ് ഒരു നീതിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടത്തെ ചോറാടാ, ഇവിടത്തെ കപ്പിത്തന്മാരാണെങ്കിൽ നാച്ചിക്കണ എനിക്ക് സഹിക്കില്ലടാ. 1967 ഇസ്രായേലിനെ ആക്രമിച്ചത്രേ. ആര് ഇസ്രായേലിനെ ആക്രമിച്ചു? 1967 എന്താ സംഭവിച്ചത്? 1967 ഈ കോൾഡ് വാർ ശത്രുക്കളായിരുന്ന ജോർദാനും ഈജിപ്തും ഒരു കരാറിൽ ഒപ്പിട്ടപ്പോൾ ഇസ്രായേൽ അങ്ങോട്ടാണ് 6 ഡേയ്സ് വാർ തുടങ്ങിയത്. ഇസ്രായേലാണ്. ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. ഇസ്രായേൽ അങ്ങോട്ടാണ് ആക്രമിച്ചത്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇപ്പോ നമ്മുടെ കൺമുമ്പിൽ നിങ്ങൾ ഒരു ടെലിവിഷൻ ചാനൽ വെച്ച് നോക്കൂ. നിങ്ങൾ കാണുന്ന ടെലിവിഷനിൽ BBC ഒന്ന് വെച്ച് നോക്കൂ. BBC തുറന്നാൽ അല്ലെങ്കിൽ അൽ ജസീറ തുറന്നാൽ നമ്മുടെ കൺമുമ്പിൽ കാണാം കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് പെടഞ്ഞ് മരിക്കുന്നത്. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. കാലിൽ വീണ് മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. മനസ്സിലത് 100 ആവർത്തി ചെയ്തു കഴിഞ്ഞു. അല്ലാതെ ഞങ്ങളെ കൊണ്ടാവില്ലല്ലോ. അവിടെ ആരും മരിക്കുന്നില്ല എന്നുള്ളതായിരിക്കുമല്ലോ പിന്നത്തെ ഒരു ചോദ്യം. സ്വാഭാവികമായിട്ടുണ്ട്, സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ബുദ്ധിമുട്ടുണ്ട്, കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് യുദ്ധത്തിന്റെ ഒരു അനന്തരഫലമാണ്. ആരാണോ യുദ്ധം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് കൂടി അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഓസ്ലോ കരാർ ഒപ്പിട്ട ഇത്സാക് റാബിൻ എന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ജൂത തീവ്രവാദികൾ കൊന്നുകളഞ്ഞു. മഹാത്മാഗാന്ധിയെ ഇന്ത്യയിൽ വധിച്ചതിന് സമാനമായ വിധത്തിൽ ഇത്സാക് റാബിൻ എന്ന ആ ഇസ്രായേലി പ്രധാനമന്ത്രിയെ ആ മഷി ഉണങ്ങുന്നതിന് മുൻപ് ജൂത തീവ്രവാദികൾ കൊന്നുകളഞ്ഞതുകൊണ്ടാണ് ഓസ്ലോ കരാർ പരാജയപ്പെട്ടു പോയത്. ഇനി അദ്ദേഹം പറഞ്ഞു ഇസാഖ് റബീനെ, ഇതിന്റെ പേരിൽ വന്നിരുന്ന ഇസാഖ് റബീനെ ഇവർ കൊന്നുകളഞ്ഞു, ഇസ്രായേൽ കൊന്നുകളഞ്ഞു. അതാ അപ്പുറത്ത് അൻവർ സാദത്തിനെയും കൊന്നുകളഞ്ഞല്ലോ. എന്തിനാ അത് പറയാത്തത്?
രണ്ടും ഒരേപോലെ നടന്നതാണ്. രണ്ടിടത്തും എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു രാജ്യത്തെ തീരുമാനിക്കുന്ന ആ രാജ്യത്തിന്റെ ഭരണഘടനയും അവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളും എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്, അല്ലാതെ മറ്റൊരു തരത്തിലല്ല അതിനെ എടുക്കേണ്ടത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 1967 യുദ്ധത്തിൽ പാലസ്തീനാണ് യുദ്ധം തുടങ്ങിയത് എന്നുള്ള ഒരു നുണ ടോമി പറഞ്ഞു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് ശരിക്കും ടോമി നുണ പറഞ്ഞതാണോ എന്ന് വിശദമാക്കേണ്ടതാണ്. ഞാൻ 1967 ഇവര് അറബ് ലോകങ്ങൾ ഇവരെ ആക്രമിച്ചു എന്നല്ല പറഞ്ഞത്. ആക്രമിക്കാൻ തീരുമാനമെടുത്തു, അതിന് അവർ തിരിച്ചടി കൊടുത്തു. അങ്ങനെയാണ് ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തത് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കുക. അത് അങ്ങനെയാണ് പറഞ്ഞത്. 5 അറബ് രാജ്യങ്ങൾ, ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനോൻ, ഇറാഖ്, 5 രാജ്യങ്ങൾ ഇന്നലെ പിറന്നു വീണ ഒരു രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വരുന്നു. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം 2000 വർഷങ്ങളായി നടന്നിരുന്ന പീഡനം ഒന്ന് അവസാനിക്കും എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് അവർക്കെതിരെ ഈ യുദ്ധമായിട്ട് വരുന്നത്. ഒരു ശക്തമായിട്ട് തിരിച്ചടിച്ചു. അവരുടെ ജനസംഖ്യയിൽ 1% ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത്. മനസ്സിലായ പിന്നെ ഈശ്വര, ഞാനിങ്ങനെ ഒരു കോമർ കഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു 60,000-ഓളം ആളുകളെ കൊന്നൊടുക്കി അല്ലേ? ഓക്കെ, ഞാൻ അഭിലാഷിനോട് ഒന്നുകൂടി ചോദിക്കുകയാണ്, അഭിലാഷിന് എവിടെ നിന്നാണ് ഈ ഡേറ്റ കിട്ടിയത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എവിടെ നിന്നാണ് കിട്ടിയത്? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഹമാസ് കൊടുക്കുന്ന ഒരു ഡേറ്റ അല്ലാത്ത നിങ്ങൾക്ക് ഒരു ഡേറ്റയും ഇല്ല. നിങ്ങൾക്ക് അവിടെ ഒരു പത്രമാധ്യമങ്ങളും സ്ഥാപനങ്ങളും റിപ്പോർട്ടറുകളും ഒന്നുമില്ല. ഹമാസ് അനുവദിക്കാത്തതായിട്ടുള്ള ഒരു റിപ്പോർട്ടറെ പോലും അവിടെ കിട്ടില്ല. ഹമാസ് അനുവദിക്കുന്ന റിപ്പോർട്ടർ ആണെങ്കിൽ പോലും വാർത്തകൾ അവരെ കാണിച്ച് അവർ അപ്രൂവ് ചെയ്യാത്ത ഒരു വാർത്ത പുറപ്പെടുവിച്ചതിന്റെ പേരിൽ 4 പേരെ അവർ തട്ടിക്കളഞ്ഞിരുന്നു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അഭിലാഷ്, ഒരു ചോദ്യം ടോമി ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ മറന്നുപോയെന്ന് തോന്നുന്നു. മുതലാളി മറന്നുപോയതാ. ഹമാസ് തീവ്രവാദ സംഘടനയാണോ ഈ യുദ്ധത്തിലേക്ക് നയിച്ച 1200 പേരുടെ കൊലപാതകത്തെ എങ്ങനെയാണ് അഭിലാഷ് ന്യായീകരിക്കുന്നത് എന്നുള്ള ടോമിയുടെ ഒരു ചോദ്യം. ഇനി കീഴടങ്ങുന്നതാണ് കീഴടങ്ങുന്ന ഭീരുത്വമാണ്, നമുക്ക് പിടികൊടുക്കാം. അത് തന്നെയാണ് പോത്തെ ഞാനും പറഞ്ഞത്. ഞാൻ ന്യായീകരിക്കുന്നില്ലല്ലോ. ഹമാസ് തീവ്രവാദ സംഘടനയാണ്, അതിലൊരു സംശയമൊന്നുമില്ല. ഹമാസ് ഒരു തീവ്രവാദ സംഘടന ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന് ഒരു ജനതയെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണോ? നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മൾ. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന് ഇവിടെ വന്നപ്പോ എന്റെ കൈയും കാലും വിറച്ചു പോയി കുട്ടി. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.